പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ് നമ്മൾ ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വിൽ ആണ് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആണല്ലോ. ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വില്ല് 3 കേസുകൾ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. നാലാമത്തെ കേസ് നോക്കാം. When the new partner bring a share of goodwill in kind in the form of assets. ഒരു വെറൈറ്റി മെത്തേഡ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് പാർട്ട്നേഴ്സ് കൊണ്ടുവരുന്നത് അവര് ക്യാപിറ്റലും അതുപോലെ ഗുഡ്വില്ലും കൊണ്ടുവരണം. നമുക്കറിയാം, അറിയാലോ എന്ത് കൊണ്ടുവരണം? ക്യാപിറ്റൽ കൊണ്ടുവരണം, അതുപോലെ എന്താണ് ഗുഡ്വില്ലും കൊണ്ടുവരണം. മുമ്പത്തെ കേസിലെല്ലാം അവർ എങ്ങനെ കൊണ്ടുവന്നത്? ബൈ ക്യാഷ് ആണ്, ക്യാഷ് ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. എന്നാൽ ഇവിടെ പറഞ്ഞതാണ് ഇൻ കൈൻഡ്. കൈൻഡ് മീൻ ഇൻ ദി ഫോം ഓഫ് assets. That's mean land or building or machinery, furniture, computer, എങ്ങനെയാവും എന്തെങ്കിലും ഒരു അസറ്റ് ആയിരിക്കാം കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനത്തെ കേസിൽ എന്താണ് ട്രീറ്റ്മെന്റ് എന്നുള്ളത്? വളരെ സിമ്പിൾ ആണ്. എവിടെ മാത്രമേ മാറ്റമുള്ളൂ? നമ്മൾ ആ ക്യാഷ് എന്ന് പറയുന്ന ആ ഭാഗത്ത് മാത്രമേ മാറ്റമുള്ളൂ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി. നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കാം. ക്യാപിറ്റല് ക്യാഷ് ആയി കൊണ്ടുവരുമ്പോൾ എന്താ ജേണൽ എൻട്രി? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ. എന്തായിരുന്നു? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ. അപ്പൊ ആ ക്യാഷിന് പകരം അയാള് ബിൽഡിംഗ് ആയിരുന്നു കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്തായിരിക്കും എൻട്രി ഉണ്ടാവുക? ആ ക്യാഷിന് പകരം എന്ത് കൊടുക്കാം? ബിൽഡിംഗ്. സോ ബിൽഡിംഗ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ എന്നുള്ളത്. അതുപോലെ പ്രീമിയം ക്യാഷ് ആയി കൊണ്ടുവന്നപ്പോ എന്തായിരുന്നു എൻട്രി? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രീമിയം എന്നായിരുന്നു, ആണല്ലോ. ഇനി ആ പ്രീമിയം തന്നെ അവരെന്ത് ചെയ്യുന്നു? ആ എമൗണ്ടിന് തുല്യമായിട്ടുള്ള കമ്പ്യൂട്ടർ ആണ് കൊണ്ടുവരുന്നത്. അപ്പൊ എന്തായിരിക്കും എൻട്രി വരിക? കമ്പ്യൂട്ടർ അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രീമിയം. പക്ഷെ പ്രീമിയം ഉപയോഗിക്കരുത്. ക്യാഷ് അല്ലാത്ത മറ്റു രീതികളിൽ കൊണ്ടുവരികയാണെങ്കിൽ അവിടെ നമ്മൾ എന്തെന്ന് ഉപയോഗിച്ചാൽ മതി? ഗുഡ് വിൽ. അത് ഉപയോഗിച്ചാൽ മതി. ക്യാഷ് ആയിട്ട് ഗുഡ് വിൽ കൊണ്ടുവരുമ്പോഴാണ് ഏത് ടേം ഉപയോഗിക്കുക? പ്രീമിയം എന്ന ടേം ഉപയോഗിക്കേണ്ടത്. അപ്പൊ നോക്കാം, നമുക്ക് അസറ്റ് ആയി കൊണ്ടുവരുമ്പോൾ എന്താണുള്ളത്? ഇതാണ് ആ ഒരു വ്യത്യാസമുള്ളത്. എന്തേ ഉള്ളൂ? ഈ ക്യാഷ് ടു പ്രീമിയം എന്നതിന് പകരമായിട്ട് ഇവിടെ എന്ത് വന്നു? അസറ്റ് ഇൻഡിവിജ്വലി, ഓരോന്നായിട്ട്. ഇപ്പൊ 5 ഐറ്റം കൊണ്ടുവന്നു. എന്താ ചെയ്യാം? ഓരോ ഐറ്റവും നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, സ്റ്റോക്ക് കൊണ്ടുവന്നു. സ്റ്റോക്ക് അക്കൗണ്ട് ഡെപ്റ്റർ, ബിൽഡിംഗ് അക്കൗണ്ട് ഡെപ്റ്റർ, മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ, ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ. അപ്പൊ എന്തെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ അത് ഓരോന്നും എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ. ഇനി അതായത് ആ കിട്ടിയത് പ്രീമിയം നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ മാറ്റമൊന്നുമില്ല. എന്തിനാണ്? പ്രീമിയം അക്കൗണ്ട് ഡെപ്റ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ളത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കാം, പ്രീമിയം ഉപയോഗിച്ചിട്ടുണ്ട്. പ്രീമിയം ഉപയോഗിച്ചാലും ഗുഡ് വിൽ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. എന്നില്ല നിങ്ങൾ എക്സാമിന് ചോദിക്കുന്നതാണ് പ്രീമിയം എപ്പോഴാണ് യൂസ് ചെയ്യാൻ ചോദിച്ചാൽ എപ്പോഴും മാത്രമേ ഉള്ളൂ? ഗുഡ് വിൽ ക്യാഷ് ആയി കൊണ്ടുവരുമ്പോഴാണ് എന്ത് യൂസ് ചെയ്യേണ്ടത്? പ്രീമിയം യൂസ് ചെയ്ത് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. എക്സാമിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. പ്രീമിയം എന്ന വാക്ക് എപ്പോഴും ഉപയോഗിക്കാം? ഗുഡ് വില്ല് ക്യാഷ് ആയിട്ട് കൊണ്ടുവരുമ്പോഴാണ്. രണ്ടും ഉപയോഗിച്ചാലും കുഴപ്പമില്ല കേട്ടോ. ക്യാഷ് ഉപയോഗിക്കാം, ഗുഡ് വിൽ എന്ന ടേമും ഉപയോഗിക്കാം എന്നുള്ളത്. അപ്പോ ഇങ്ങനെ ഒരു നാലാമത്തെ കേസിൽ എന്ത് വ്യത്യാസമുള്ളൂ? ക്യാഷ് എന്ന വാക്കിന് പകരമായി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? അസറ്റുകളുടെ പേരുകൾ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് മാറ്റമുള്ളൂ. നോക്കാം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ. A, B are partners in a firm. Sharing profit 3:2. 3:2 ആണ്. Then C നെയാണ് അഡ്മിറ്റ് ചെയ്യുന്നത്. എത്ര റേഷ്യോ? 1/6. Then അവിടെ പുതിയ റേഷ്യോ എന്താണ്? 3:2:1. 3:2:1 എന്നുള്ളത്. C കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് അസറ്റ് ടു ഹിസ് ക്യാപിറ്റൽ ആൻഡ് ഹിസ് ഷെയർ ഓഫ് ഗുഡ് വിൽ. അപ്പോ ക്യാപിറ്റലിന് പകരമായിട്ടും ഗുഡ്വില്ലിന് പകരമായിട്ടും അയാൾ എന്താണ് കൊണ്ടുവരുന്നത്? അസറ്റ്. അപ്പൊ ഇവിടെ എന്തില്ല? ക്യാഷ് എന്ന് പറഞ്ഞ വാക്ക് നമ്മുടെ ജേണൽ എൻട്രിയിൽ ഉപയോഗിക്കുന്നില്ല എന്നർത്ഥം. പകരം എന്ത് യൂസ് ചെയ്യും? എന്തൊക്കെയാണോ കൊണ്ടുവന്നിട്ടുള്ളത് അതാണ് യൂസ് ചെയ്യുക. ഓക്കെ. ഇവിടെ പറയുന്നുണ്ട് സ്റ്റോക്ക് എത്രയാണ്, ഡെപ്റ്റേഴ്സ് എത്രയാണ്, ലാൻഡ് എത്രയാണ്, പ്ലാന്റ് ആൻഡ് മിഷനറി. പി എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ആൻഡ് മിഷനറി. ഓക്കെ. ഓൺ ദ ഡേറ്റ് സീസ് ഗുഡ്വിൽ ഫോർ വാല്യൂ ₹3,36,000. ഓക്കെ. അതായത് സീനെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് സ്ഥാപനത്തിന്റെ ഗുഡ്വിൽ, ശ്രദ്ധിക്കുക, സ്ഥാപനത്തിന്റെ ഗുഡ്വിൽ എത്രയാണ്? 3,36,000. ഇത് സി കൊണ്ടുവരേണ്ടതാണോ? അല്ല. സി അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് സ്ഥാപനത്തിന് ഇത്രയും എന്തുണ്ട്? ഗുഡ്വിൽ ഉണ്ട് എന്നുള്ളത്.
ഇത്രയും എന്തുണ്ട്? ഗുഡ് വിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് കാണണം? സിയുടെ ഷെയർ എത്രയാണെന്ന് കാണണം അല്ലെ. സിയുടെ ഷെയർ നമുക്ക് വളരെ സിമ്പിൾ ആയി നമുക്ക് കണക്കാക്കാം. എങ്ങനെയാണ്? ഗുഡ് വിൽ ഓഫ് ദ ഫേം. ഫേമിന്റെ ഗുഡ് വിൽ എത്രയാണ്? 3,36,000. ബുദ്ധിമുട്ടില്ലല്ലോ, അറിയാം നമുക്ക്. സിയുടെ ഷെയർ എത്രയാ? സിയുടെ ഷെയർ എന്ന് പറഞ്ഞാൽ 1/6 ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? ഈ എമൗണ്ട് ഇൻടു 1/6 എത്രയാണ്? 56,000. അപ്പോ സിയുടെ ശരിക്കും അയാൾ കൊണ്ടുവരേണ്ടിയിരുന്ന ഗുഡ് വിൽ എമൗണ്ട് എത്രയാണ്? 56,000. ശ്രദ്ധിക്കുക, എത്രയാണ്? 56,000. ഓക്കെ, ഇവിടെ ക്യാപിറ്റലും ഗുഡ് വില്ലും കൊണ്ടുവരിക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ക്യാപിറ്റൽ എത്രയാണെന്ന് എമൗണ്ട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമുക്ക് എത്ര അറിയുള്ളൂ? 56,000. എന്താണത്? ഗുഡ് വിൽ മാത്രമേ അറിയുള്ളൂ. അപ്പൊ ബാക്കി എമൗണ്ടിലെ ഡിഫറൻസ് എന്തായിരിക്കും? ക്യാപിറ്റൽ ആയിരിക്കും. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? സാക്രിഫൈസും റേഷ്യോ കാണണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഗുഡ് വില്ല് വീതിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? സാക്രിഫൈസ് റേഷ്യോ മസ്റ്റ് ആണ്. ക്ലിയർ? ഇവിടെ എന്താണ്? ഓൾഡ് റേഷ്യോ തന്നിരിക്കുന്നു 3:2. ന്യൂ റേഷ്യോ എന്താണ്? 3:2:1. സോ എന്ത് ചെയ്യണം? സാക്രിഫൈസ് റേഷ്യോ കാണണം. ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് സാക്രിഫൈസ് റേഷ്യോ എന്താണ്? എയും ബിക്കും എന്താണ്? സെയിം ആസ് 3:2 തന്നെയാണ് ഉള്ളത്. പക്ഷെ നമുക്ക് എന്തിരുന്നാൽ നമുക്ക് നോക്കാം. 3/5 മൈനസ് 3/6. ഓക്കെ, ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്താം. അതുപോലെ ബി സാക്രിഫൈസ് 2/5 മൈനസ് 2/6. ഇവിടെ 3/30. 2/30. ഓക്കെ, ഈ കാൽക്കുലേഷൻ ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് അതിൽ ഈ ഒരു ഭാഗമെല്ലാം നമ്മൾ വളരെ വ്യക്തമായിട്ട് ക്ലാസ് എടുത്തത് കൊണ്ടാണ് അത് സ്പീഡായി നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളത്. സോ സാക്രിഫൈസ് റേഷ്യോ ഈ ക്വസ്റ്റ്യനില് സാക്രിഫൈസ് റേഷ്യോ എന്താണ്? 3:2. ഇത് എന്തിനു വേണ്ടിയാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്? ഗുഡ് വിൽ. ഗുഡ് വില്ലിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സാക്രിഫൈസ് റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ശ്രദ്ധിക്കുക, എന്തിനു വേണ്ടിയിട്ടാണ്? ഗുഡ് വില്ലിന് വേണ്ടിയിട്ടാണ് എന്ത്? സാക്രിഫൈസ് റേഷ്യോ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഇതിന്റെ ജേണൽ എൻട്രി നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു 4 ഐറ്റംസ് ആണ് കൊണ്ടുവരുന്നത്. സ്റ്റോക്ക് എത്രയാണ്? 90,000. ഡെപ്റ്റേഴ്സ് എത്രയാണ്? 1,10,000. ലാൻഡ് എത്രയാണ്? 2 lakh. പ്ലാന്റ് ആൻഡ് മെഷീൻ എത്രയാണ്? 1,40,000. ഇതൊക്കെ എവിടുന്നാണ്? ക്വസ്റ്റ്യനില് ഡയറക്റ്റ് ആയി തന്നിട്ടുണ്ട്. അപ്പൊ ഈ എമൗണ്ട് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ചെയ്യുക. കാരണം എന്താ? ക്യാഷിന് പകരമായി ഇയാൾ കൊണ്ടുവരുന്നതാണ് എന്ത്? ഈ പറഞ്ഞ അസറ്റുകളെല്ലാം. ഇതെല്ലാം ഡെബിറ്റ് ചെയ്യുന്നു. 2 ഐറ്റംസ് ഉണ്ട് അല്ലെ. നമുക്കറിയാം, ഒരു പുതിയ പാർട്ട്ണർ ജോയിൻ ചെയ്യുമ്പോൾ 2 കാര്യങ്ങളാണ് കൊണ്ടുവരേണ്ടത്. ഏതൊക്കെയാണ്? ക്യാപിറ്റലും ഗുഡ് വില്ലും. സോ ഇതില് പ്രീമിയം ദാറ്റ്സ് മീൻ ഗുഡ് വിൽ. പ്രീമിയം അതായത് ഗുഡ് വിൽ. ഈ ഗുഡ് വിൽ ഇവിടെ 56,000 കാണിക്കുന്നുണ്ട്. ഇത് എവിടുന്നാ കിട്ടിയത്? നേരത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. 3,36,000 രൂപയുടെ 1/6 ഭാഗം. അതാണ് എന്ത്? 56,000. ദെൻ ഈ എമൗണ്ട് എല്ലാം ടോട്ടൽ ചെയ്തിട്ട് അതിൽ നിന്നും 56,000 കുറച്ചു കഴിഞ്ഞാൽ ബാലൻസ് ആണ് എന്ത്? ഈ ഒരു 4,84,000 എന്നുള്ളത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഈ 4,84 എങ്ങനെ കിട്ടിയെന്ന് ഡൗട്ട് ഉണ്ടാവും അല്ലെ. എന്താണ്? ഈ എമൗണ്ട് ആണ് അയാൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഈ എമൗണ്ട് എല്ലാം ടോട്ടൽ ചെയ്യുക. അതിന് എന്ത് കുറയ്ക്കുക? 56,000 മൈനസ് ചെയ്യുക. ഈ 56,000 എന്താണ്? പ്രീമിയം അല്ലെങ്കിൽ ഗുഡ് വില്ല്. ഇപ്പൊ ഗുഡ് വില്ലും ക്യാപിറ്റൽ ആണ് കൊണ്ടുവരേണ്ടത്. ഗുഡ് വില്ലിന്റെ എമൗണ്ട് കിട്ടി. അപ്പൊ അതെന്ത് ചെയ്യാം? ടോട്ടൽ എമൗണ്ടിൽ നിന്ന് ഗുഡ് വിൽ എമൗണ്ട് മൈനസ് ചെയ്താൽ ബാക്കി ഭാഗം എന്താണ്? ക്യാപിറ്റൽ. അപ്പൊ ഇതാണ് ഒന്നാമത്തെ എൻട്രി. രണ്ടാമത്, ഈ ലഭിച്ച പ്രീമിയം എന്ത് ചെയ്യണം? ഓൾഡ് പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കണം. എന്താ എൻട്രി വരാ? പ്രീമിയം അക്കൗണ്ട് അല്ലെങ്കിൽ നമുക്ക് അവിടെ എന്ത് വാക്ക് ഉപയോഗിക്കാം? ഗുഡ് വിൽ. ഗുഡ് വിൽ അക്കൗണ്ട് ഡെപ്റ്റർ 56,000 ടു എസ് ക്യാപിറ്റൽ ടു ബീസ് ക്യാപിറ്റൽ അല്ലെ. എത്രയാ? 56,000ന്റെ 3/5. 56,000ന്റെ 2/5. അപ്പൊ ഇവിടെ 3:2 അതാണ് എന്ത്? അവരുടെ സാക്രിഫൈസ്. SR എന്ന് പറഞ്ഞാല് സാക്രിഫൈസ് റേഷ്യോ എന്നാണ് കേട്ടോ. സാക്രിഫൈസ് SR എന്ന് പറഞ്ഞാല് സാക്രിഫൈസ് റേഷ്യോ എന്നാണ്. അപ്പൊ ഇതാണ് നാലാമത്തെ കേസ്. നാലാമത്തെ കേസിൽ എന്താ പറഞ്ഞത്? ക്യാഷിന് പകരമായിട്ട് എന്ത് കൊണ്ടുവരുന്നു എന്നാ പറഞ്ഞത്? അസറ്റ് കൊണ്ടുവരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? കൊണ്ടുവരുന്ന എല്ലാ അസറ്റുകളെയും ഡെബിറ്റ് ചെയ്യുക. ക്രെഡിറ്റിൽ എന്ത് ചെയ്യുക?
ക്യാപിറ്റലും പ്രീമിയവും. പ്രീമിയം എങ്ങനെ കണ്ടുപിടിച്ചത്? ഫേമിന്റെ സ്ഥാപനത്തിന്റെ ഗുഡ്വിൽ എത്രയാണ് തന്നു, ആ ഗുഡ്വില്ലിന്റെ അയാളുടെ ഷെയർ നമ്മള് നേരത്തെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ടോട്ടല് 336 ആയിരുന്നു. അതിന്റെ 1/6% 56,000 എന്നുള്ളത്. ഓക്കെ, ആ 56,000 നമുക്ക് കിട്ടി. അതിന്റെ ടോട്ടലിൽ നിന്ന് 56,000 മൈനസ് ചെയ്തു. ബാക്കിയാണെന്ത്? 4,84,000. അതാണെന്ത്? അയാളുടെ ക്യാപിറ്റൽ എന്നുള്ളത്. ഇവിടെ കാണുന്ന നിങ്ങൾക്ക് 5,40,000 മൈനസ് 56,000, ദാറ്റ് മീൻ 4,84,000. ഇതാണ് നാലാമത്തെ കേസ് എന്നുള്ളത്. നോക്കാം നമുക്ക് അടുത്ത കേസ്. When the new partner is unable to bring his share of goodwill in cash or kind. ഇപ്പൊ നമ്മള് പല കേസുകളായിട്ട് ക്യാഷ് കൊണ്ടുവരുന്നത്, ക്യാഷ് അല്ലാതെ കൈൻഡ്സ് ആയിട്ട്, ദാറ്റ് മീൻ അസറ്റ് ആയിട്ട് കൊണ്ടുവരുന്നത്. ഈ രണ്ട് കേസും പറഞ്ഞു. ഇപ്പൊ ഇവിടെ എന്താണ്? ക്യാഷും ഇല്ല, കൈൻഡ് രണ്ടുമില്ല. ക്യാഷ് ആയിട്ടും കൊണ്ടുവരുന്നില്ല, കൈൻഡ് ആയിട്ടും ഇല്ല. ആ കേസിൽ നമ്മൾ എങ്ങനെയാണ് ഗുഡ്വിൽ ട്രീറ്റ് ചെയ്യാന്നുള്ളത്? അപ്പൊ ഗുഡ്വിൽ നമുക്ക് എന്താണ്? മസ്റ്റ് ആണ്. അപ്പൊ ഒരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അവരെ കയ്യിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ അവർ കയ്യിൽ നിന്ന് വാങ്ങണം. ഒന്നെന്താണ്? ക്യാപിറ്റല്, രണ്ടെന്താണ്? ഗുഡ്വില്ല്. അപ്പൊ ഇവിടെ എന്താണ്? അയാള് ക്യാപിറ്റൽ മാത്രമേ കൊണ്ടുവരുള്ളൂ. എന്ത് കൊണ്ടുവരുന്നില്ല? ഗുഡ്വില്ലിന് എമൗണ്ട് കൊണ്ടുവരുന്നില്ല. നമ്മൾ എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യാന്നുള്ളത് നോക്കാം. നമുക്ക് എന്തായിട്ട് കൊടുക്കാം? ന്യൂ ആ പാർട്ട്ണർ എന്ത് കൊണ്ടുവരുന്നില്ല? ഗുഡ്വിൽ കൊണ്ടുവരുന്നില്ല. അങ്ങനെയാവുമ്പോൾ നമ്മൾ എന്താണ് എൻട്രി? ഇതാണ് നമ്മൾ എൻട്രി കൊടുക്കുക. എന്താണ്? ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു സാക്രിഫൈസിംഗ് പാർട്ട്നേഴ്സ് ദാറ്റ് മീൻ ഓൾഡ് പാർട്ട്നേഴ്സ് എന്നുള്ളത്. സാക്രിഫൈസിംഗ് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഓൾഡ് പാർട്ട്നേഴ്സ് എന്നുള്ളത്. ഓക്കെ, ശരിക്കും ഇവിടെ എന്താ വരേണ്ടത്? പ്രീമിയം ആണ് വരേണ്ടത്. അതിന് പകരം പ്രീമിയം ഇവിടെ ഇല്ല. അതുകൊണ്ട് നമ്മൾ അതിന് പകരമായി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? ആരാണോ പുതിയ പാർട്ട്ണർ അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു എക്സാമ്പിൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, സി എന്ന് പറഞ്ഞ ആളെ നമ്മൾ അഡ്മിറ്റ് ചെയ്തു. ഇയാൾ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ 1,00,000 രൂപയാണെന്ന് വിചാരിക്കാം. ഇതെന്താണ്? 1,00,000 അയാളുടെ ക്യാപിറ്റൽ ആണ്. ഇയാൾ തരേണ്ട ഗുഡ്വിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോ 30,000 എന്നാണ് ഗുഡ്വിൽ കിട്ടിയത്. എത്രയാണ്? 30,000. ഇയാൾ എന്ത് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ? ക്യാപിറ്റൽ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പൊ ഈ 30,000 എന്ത് ചെയ്യണം? ഇയാളെ കയ്യിൽ ഈടാക്കണം. അപ്പൊ ഇയാളെ കയ്യിൽ ഈടാക്കാൻ നമുക്ക് ഇയാളെ അക്കൗണ്ട് ഏത് മാത്രമേ ഉള്ളൂ? ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം? സിയുടെ ക്യാപിറ്റൽ ഡെബിറ്റ് ചെയ്യുന്നു. എത്ര എമൗണ്ട് വെച്ചിട്ട്? 30,000 വെച്ച് ഡെബിറ്റ് ചെയ്യുന്നു. ടു എന്താണ്? ആരൊക്കെയാണോ ഓൾഡ് പാർട്ട്നേഴ്സ്, ആ ഓൾഡ് പാർട്ട്നേഴ്സ് നമ്മൾ എന്ത് ചെയ്യാം? ക്രെഡിറ്റും ചെയ്യാം. അപ്പൊ എന്താ സംഭവിക്കുക? ഈ സിയുടെ ക്യാപിറ്റലിൽ നിന്നും ഇത്രയും എമൗണ്ട് എന്ത് ചെയ്യും? കുറയും. ക്ലിയർ? നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. P and Q are partners who sharing profit loss 3:2. ഏത് അനുപാതത്തിലാണ്? 3:2 എന്ന് പറഞ്ഞ അനുപാതത്തിലാണ് എന്ത് അവരെ വീതിക്കുന്നത്. Their capital 4 lakh and 3 lakh respectively. Okay, they agree to admit R into partnership from 1st January 2018 on the following terms. എന്താണ്? R should bring 4 lakh as capital. അപ്പൊ ഇയാൾ എത്ര ക്യാപിറ്റൽ കൊണ്ടുവരണം? 4,00,000 രൂപ ക്യാപിറ്റൽ കൊണ്ടുവരണം. അതാണ് ഒരു കണ്ടീഷൻ. രണ്ടാമത്, R is unable to bring his share of goodwill in cash. ഓക്കെ, ഇയാൾ എന്തില്ല? ഗുഡ്വില്ല് ഇയാൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഗുഡ്വിൽ എന്താണ്? The goodwill of the firm valued 1,50,000. ആരുടെ ഗുഡ്വില്ലാണിത്? ഈ വരുന്ന പുതിയ ആളുടെ ഗുഡ്വില്ലാണോ? അല്ല, ഫേം സ്ഥാപനത്തിന്റെ ഗുഡ്വിൽ എത്രയാണ്? 1,50,000. ആർ ഇൻടു പാർട്ണർഷിപ്പ്. ഓക്കെ, ഓൺ ദി ഫോളോയിങ് ടേംസ്. ഇവിടെ പറഞ്ഞത് 1/3 ഷെയർ. നമുക്കറിയാം പുതിയ പാർട്ണറെ പറയുമ്പോൾ അവിടെ എന്തുകൂടി പറയണം? അയാളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് കൂടി പറയണം. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇതാണ് പറഞ്ഞിട്ടുള്ളത്, 1/3 ഷെയർ. 1/3 എന്ന് പറഞ്ഞാൽ 1/3. 1/3 എന്ന് പറഞ്ഞാൽ 1/3 എന്നുള്ളത്. ഓക്കെ, ഇവിടെ നോക്കാം നിങ്ങൾക്ക്. അപ്പോ 4,00,000 രൂപ ക്യാപിറ്റൽ കൊണ്ടുവരണം. 1,50,000 ആണ് സ്ഥാപനത്തിന്റെ ഗുഡ്വില്ല്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് കണ്ടെത്തണം? എന്ത് കണ്ടുപിടിക്കണം? എത്രയായിരിക്കണം
ഗുഡ്വിൽ കൊണ്ടുവരേണ്ടത്? അത് കൊണ്ടുവന്നിട്ടില്ല, എത്ര കൊണ്ടുവരണമായിരുന്നു? എത്രയാണ്? അയാളുടെ ഷെയർ എന്ന് പറഞ്ഞാൽ 1/3 ആണ്. ഗുഡ്വിൽ ഓഫ് ദി ഫേം എത്രയാണ്? 1,50,000, 1,50,000. സോ സിയുടെ ഗുഡ്വിൽ എങ്ങനെ കാണാം? ഈ 1,50,000 ഇൻറ്റു 1/3, അതായത് 50,000. അപ്പൊ ഇയാള് ശരിക്കും കൊണ്ടുവരേണ്ട ഗുഡ്വിൽ എമൗണ്ട് എത്രയാണ്? 50,000 രൂപയാണ്. ഓക്കെ, നോക്കാം നമുക്ക് എങ്ങനെയാണ് അക്കൗണ്ട് ചെയ്യാന്നുള്ളത്. ആദ്യം 4 ലക്ഷം രൂപ ക്യാപിറ്റൽ മസ്റ്റ് ആണ്, അത് കൊണ്ടുവരണം ഉറപ്പായിട്ടും. സോ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ആസ് ക്യാപിറ്റൽ എത്രയാണ്? 4 ലക്ഷം രൂപ ക്യാപിറ്റൽ കൊണ്ടുവന്നു. ഗുഡ്വിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ എന്താണ്? ഗുഡ്വില്ലിന്റെ ഒരു എൻട്രി കാണിക്കണോ നമുക്ക്? വേണ്ട, കാരണം ഗുഡ്വിൽ കൊണ്ടുവന്നിട്ടില്ല, അപ്പൊ ഒരു ജേണൽ എൻട്രി ഇല്ല. പക്ഷേ ഗുഡ്വില്ലിന്റെ വിഹിതം ആർക്ക് ലഭിക്കണം? ഓൾഡ് പാർട്ട്നേഴ്സ് ലഭിക്കും വേണം. അപ്പൊ ഓൾഡ് പാർട്ട്നേഴ്സിനെ വിഡ്രോ ചെയ്യുന്ന ജേണൽ എൻട്രി എന്ന് ആലോചിച്ച് നോക്കുക. എന്താണ്? പ്രീമിയം കിട്ടിയതിന് ശേഷം അവർക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എൻട്രി എന്താ? പ്രീമിയം അക്കൗണ്ട് ഡെപ്റ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ്. എന്താണ്? പ്രീമിയം അക്കൗണ്ട് ഡെപ്റ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ആണ്. ആ പ്രീമിയം ഇവിടെ ഉണ്ടോ? ഇല്ല. അതിന് പകരം നമ്മൾ എന്ത് കൊടുക്കും? അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ട്, അതായത് ആർസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു എന്താണ്? പീസ് ക്യാപിറ്റൽ, സീസ് ക്യാപിറ്റൽ. എന്താണ്? 3:2 അനുപാതത്തിലാണ്. അതുകൊണ്ട് എന്താണ്? 30,000, 20,000. ക്ലിയർ? അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണ്? ക്യാഷ് ആയിട്ടും കൈൻഡ് ആയിട്ടും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഗുഡ്വില്ലിന്റെ വിഹിതം ഏതിൽ നിന്ന് പിടിക്കാം? അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്നും പിടിക്കാം എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ? ഇതാണ് അടുത്ത കേസ് എന്നുള്ളത്. ഓക്കെ, അടുത്തതിലേക്ക് പോകാം നമുക്ക്. കേസ് നമ്പർ 6, 6ാമത്തെ കേസ് എന്നുള്ളത്. ഇവിടെ എന്ത് പറയുന്നത്? when new partner bring is only a portion of goodwill in cash. സിമ്പിൾ. നമ്മൾ പറഞ്ഞു ക്യാഷ് ആയി കൊണ്ടുവരുന്ന കേസ് പറഞ്ഞു, കൈൻഡ് അസറ്റ് ആയി കൊണ്ടുവരുന്ന കേസ് പറഞ്ഞു, ക്യാഷും കൈൻഡും രണ്ടും ഇല്ലാത്ത കേസ് പറഞ്ഞു. അടുത്ത കേസ് ആണെന്ത്? കുറച്ച് ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കാം. ഗുഡ്വിൽ മസ്റ്റ് ആണ്. ഗുഡ്വില്ല് ക്യാഷ് കൊണ്ടുവന്നിട്ടില്ലെങ്കിലും കൊണ്ടുവന്നാൽ എന്താണ്? ഓൾഡ് പാർട്ട്നേഴ്സിന് അവർക്ക് ലഭിക്കുന്ന വേണം. അത് കൊടുത്തിട്ടില്ലെങ്കിൽ എവിടുന്ന് പിടിക്കും? നമ്മള് അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് പിടിക്കും. ഇവിടെ പറയാണ് ഗുഡ്വില്ല് പോർഷൻ പകുതി മാത്രമേ കൊണ്ടുവന്നുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കാം. കഴിഞ്ഞ ക്വസ്റ്റ്യനില് 50,000 ആയിരുന്നു ഗുഡ്വില്ല്. വിചാരിക്കും 50,000 ആയിരുന്നു. ഇയാള് ക്യാഷ് ആയിട്ട് കൊണ്ടുവരുന്നത് 20,000 ആണ് ക്യാഷ് കൊണ്ടുവരുന്നത്. 20,000 ക്യാഷ് ആയി കൊണ്ടുവന്നു. അപ്പൊ ബാക്കി എത്രയുണ്ട്? 30,000 ബാക്കിയുണ്ട് അല്ലെ? ആ ബാക്കി എന്താ ചെയ്യാം? എവിടെ പിടിക്കും? അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് പിടിക്കും. അത്രേ ഉള്ളൂ ഈ ഒരു പോർഷനില് ഈ ഒരു കേസ് എന്നുള്ളത്. അപ്പോ ക്യാഷ് ആയി കൊണ്ടുവന്നത് പ്രീമിയം ആയിട്ട് കാണിക്കാം നമുക്ക്. ബാക്കിയുള്ള ഭാഗം എന്ത് ചെയ്യാം? അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? പിടിക്കും എന്നുള്ളത് നോക്കാം നമുക്ക്. അപ്പോ ഒന്നാമത്തെ പ്രീമിയം ആയിട്ട് കൊണ്ടുവന്നത് എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രീമിയം നമുക്കറിയാം. 2, ട്രാൻസ്ഫർ ദ പ്രീമിയം എമൗണ്ട് ടു ഓൾഡ് പാർട്ട്നേഴ്സ്. ഓൾഡ് പാർട്ട്നേഴ്സ് പ്രീമിയം നമ്മൾ കൊടുക്കണ്ടേ? അതെന്താണ്? പ്രീമിയം ഗുഡ്വിൽ ബ്രോട്ട് ഇൻ ക്യാഷ്, ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നത്, ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നത്. ദെൻ ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ ഡെബിറ്റ് ചെയ്യും, ബാലൻസ്. ഇവിടുത്തെ ഈ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ക്യാഷ് ആയിട്ട് എത്ര കൊണ്ടുവന്നു? 20,000. അപ്പൊ നമ്മൾ ഇവിടെ 20,000 കാണിക്കും. ബാലൻസ് എത്രയുണ്ട്? 30,000 ഉണ്ട്. അപ്പൊ ടോട്ടൽ എത്രയായി? 50,000 ആയി. ആ 50,000 നമ്മൾ എന്ത് ചെയ്യും? ഓൾഡ് പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കുകയും ചെയ്യും. 1ഉം 2ഉം കേസ് അല്ല, സോറി, 3ാമത്തെയും 4ാമത്തെയും കേസ് ഒക്കെ മനസ്സിലായാല്, 5ാമത്തെ ഒക്കെ മനസ്സിലായാല് ഈ കേസ് എന്തെല്ലാം നമുക്ക് ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, എയും ബിയും പാർട്ട്നേഴ്സ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ 3:2 ആണ്. സി എന്ന് പറഞ്ഞ ആളെ അഡ്മിറ്റ് ചെയ്യുന്നു. 2 ലക്ഷം രൂപയാണ് ഷെയർ. ഹിസ് ഗുഡ്വിൽ വാസ് 18,000. 2 എമൗണ്ട് ആണ്. ഒന്ന് ക്യാപിറ്റൽ 2 ലക്ഷം, 2 ഗുഡ്വിൽ 18,000. 2 കേസ് ആയിട്ടുണ്ട്. ഓക്കെ, ദെൻ ഹി വാസ് പൊസിഷൻ ടു ബ്രിങ് ഓൺലി 12,000. എത്ര കൊണ്ടുവന്നിട്ടുള്ളൂ? 12,000. 18,000 ആണ് കൊണ്ടുവരേണ്ടത്. എത്ര കൊണ്ടുവന്നിട്ടുള്ളൂ? 12,000. ബാക്കി എത്രയുണ്ട്? 6,000 രൂപ കൊണ്ടുവരാനുണ്ട്. ആ 6,000 രൂപ നമ്മൾ എവിടുന്ന പിടിക്കാം? അയാളുടെ
ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന്. നോക്കാം, ഇത്രയും വിവരങ്ങളുണ്ട്. അതിന്റെ ജേണൽ എൻട്രി നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഒന്നാമതായിട്ട് 2 ലക്ഷം രൂപ ക്യാപിറ്റൽ കൊണ്ടുവന്നു. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാപിറ്റൽ. ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ഒരു ആവശ്യം നമുക്കില്ല. 2, 18,000 രൂപ കൊണ്ടുവരേണ്ട സ്ഥലത്ത് എത്ര കൊണ്ടുവന്നു? 12,000. സോ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് പ്രീമിയം എത്രയാണ്? 12,000. അതും ഓക്കെ. മൂന്നാമത് എന്താണ്? ഈ പ്രീമിയം ആർക്ക് വീതിച്ചു കൊടുക്കണം? ഓൾഡ് പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കണം. അയാൾ ക്യാഷ് ആയിട്ട് കൊണ്ടുവന്ന് മാത്രം വീതിച്ചാൽ മതിയോ? നോ. എത്രയാണ് വീതിക്കേണ്ടത്? 18,000 തന്നെ വീതിക്കണം. അപ്പൊ എത്ര കൊണ്ടുവന്നുള്ളൂ? 12,000. 6,000 രൂപ ഏത് അക്കൗണ്ടിൽ പിടിക്കും? അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് പിടിക്കും. സോ പ്രീമിയം അക്കൗണ്ട് ഡെപ്റ്റർ 12,000, ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ 6,000 ടു എസ് ക്യാപിറ്റൽ ടു ബീസ് ക്യാപിറ്റൽ. സാക്രിഫൈസ് റേഷ്യോ ഇതാണ് 3:2. എങ്ങനെ കിട്ടി? 2 ഡാറ്റ മാത്രമേ ഉള്ളൂ. 3:2, 1/5. 2 വിവരങ്ങൾ മാത്രമാണെങ്കിൽ അവരുടെ ഓൾഡ് റേഷ്യോ തന്നെയാണെന്ത്? സാക്രിഫൈസിംഗ് റേഷ്യോ എന്നുള്ളത്. ക്ലിയർ ആണല്ലോ?